ഇന്ന് നമുക്ക് ഹോം മെയ്ഡ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 2 ഗ്ലാസ്, അതായത് 150 ml കൊള്ളണ 2 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളുപ്പും 1/2 ഗ്ലാസ് കൊക്കോ പൗഡറും എടുത്തിട്ട് 3 വട്ടം നമ്മൾ അരിച്ചെടുക്കണം. 3 വട്ടം എന്തായാലും അരിച്ചെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വട്ടം കാണിക്കണുള്ളൂ എന്നുള്ളൂ, 3 വട്ടം നമ്മൾ ചെയ്യണം. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ കട്ട കുത്തി കെടുക്കുകയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കേക്ക് സോഫ്റ്റായിട്ട് കിട്ടില്ല. അപ്പം ഇന്ന് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അവൾ ജോലിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ വരുമ്പോഴേക്കും ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് എങ്ങനെ ഉണ്ടാക്കാറുണ്ട്. വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് വീട്ടിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ മതി. അപ്പോൾ ഇതിങ്ങനെ കട്ടുടച്ച് സ്പൂൺ കൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൽ വല്ലതൊക്കെ തരികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ ഒരു 3 വട്ടം അരിച്ചെടുക്കണം കേട്ടോ. ഞാനത് ഒരു വട്ടം കാണിച്ചു എന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 3 മുട്ട ഒഴിക്കുകയാണ്. അപ്പോൾ എനിക്ക് ബീറ്ററൊന്നുമില്ല, ഞാൻ വിസ്ക് വെച്ച് ചെയ്യണം. മിക്സിയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ 3 മുട്ടയും ഒരു 1.25 ഗ്ലാസ് പൊടിക്കാത്ത പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. ആ 150 ml കൊള്ളണത് തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു നന്നായി അഴിച്ചു കൊടുക്കുക. ഇനി 1 സ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നമ്മൾ നന്നായി അടിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് ഒരു 8 ഇഞ്ചിൻ്റെ ട്രേ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് മൈദയൊക്കെ ഇട്ട് തട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ട്രേ ഒന്ന് തട്ടി അതിലത്തെ എയറൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മളിത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെച്ച് കൊടുത്തു. അപ്പോൾ അപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നു. അത് ഞാൻ 3 പീസ് ഇങ്ങനെ ആക്കിയെടുത്തിട്ട് ഒരു കേക്കിൻ്റെ തട്ടിലേക്ക് വിപ്പിംഗ് ക്രീം ആദ്യം വെച്ച് ആദ്യത്തെ ലെയർ വെച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒക്കെ ഞാൻ കത്തി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണതൊക്കെ. അപ്പോൾ അതിന് ശേഷം രണ്ടാമത്തെ ലെയർ നമുക്കിങ്ങനെ വയ്ക്കാം. നമുക്ക് അറിയുന്നതാണല്ലോ, നമ്മൾ സാധാരണ ചെയ്യേണ്ട പോലെ തന്നെ രണ്ടാമത്തെ ലെയർ വെച്ച് അതിനിട്ട് കൊടുക്കുക അതേപോലെ തന്നെ. അപ്പോൾ വേറെ എൻ്റെ കയ്യിൽ സ്പാച്ചില്ല അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാനെല്ലാം കത്തി വെച്ചിട്ടാണ് ചെയ്യാം കേട്ടോ. ഇത് കുറച്ച് നമ്മൾ ഞാൻ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കണതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. നമ്മൾക്ക് ഇതിൻ്റെ എന്താണെന്ന് പറയുക, ലെങ്ത്ത് കൂടി പോകുമല്ലോ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ അതൊന്നും കാണിച്ചില്ല. എല്ലാവർക്കും അറിയണതാണല്ലോ. നമ്മൾ വിപ്പിംഗ് ക്രീം വാങ്ങിച്ചിട്ട് ഞാൻ മിക്സിയിലാണ് ഇട്ട് അടിച്ച് അത് ഇതേപോലെ നല്ല രസമാക്കി എടുത്തത്. നല്ല നന്നായി വന്നിട്ടുണ്ടായി. അത് പിന്നെ എല്ലാവരും അറിയണത് തന്നെയാണ്. ഇതേപോലെ നമ്മൾ ഇട്ടിട്ട് ഒരു കത്തി വെച്ചിട്ട് നമ്മളൊന്ന് ഷേപ്പാക്കി കൊടുക്കാം. അതിൻ്റെ മീതെ അടുത്ത ലെയർ കൂടി വയ്ക്കുക. കത്തി കൊണ്ടൊന്നും ഇതാക്കി കൊടുക്കുന്നത്. സ്പാച്ചിലേക്കുള്ളവർ അതുകൊണ്ട് ചെയ്യാം. ഞാനിപ്പോൾ നമ്മുടെ വീട്ടിലുള്ളത് വെച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് പഞ്ചസാര ലൈനൊക്കെ ഒഴിച്ചിട്ട് ഇതാക്കട്ടെ, ഒന്നുകൂടി സോഫ്റ്റാക്കാൻ ഞാൻ ചെയ്തിട്ടില്ല. ഇത് കൂടി വയ്ക്കുക, അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇത് ഇടണം. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഇത് പോയാലോ എന്ന് വിചാരിച്ച് ഞാൻ വെച്ചിട്ട്, കട്ടി പോയാലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ഞാൻ തേച്ച് കൊടുത്താണ്. വീട്ടിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. എനിക്കിപ്പോൾ അങ്ങനെ വീഡിയോ പിടിച്ചു തരാൻ അങ്ങനത്തെ ആരും ഇല്ലല്ലോ. അപ്പം എൻ്റെ അതിൻ്റെ കുറവുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലിരിക്കുന്നത് കൊണ്ട് എടുത്ത് ഇത് നല്ല ഭംഗിയാക്കി എടുക്കാം നമുക്ക്.
ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ച് സോഫ്റ്റ് ആക്കാം. ഞാനത് ചെയ്തിട്ടില്ല. അത് അത്ര എന്നാലും നല്ല ടേസ്റ്റാണത് കേട്ടോ. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നവർക്ക് അത് ഉണ്ടാക്കി ഇതിൻ്റെ ഇടയിലൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ വിപ്പിംഗ് ക്രീം ഇടുന്നതിന് മുമ്പ് ഓരോ ലെയറിന് നമുക്കിങ്ങനെ ഒഴിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്ത് ഇത് ബാക്കിയുള്ളത് അറേഞ്ച് ചെയ്തിട്ട് കാണിക്കാം. ഞാൻ ചെയ്യുന്ന കണ്ട ഇങ്ങനെയൊക്കെയാണ് വീട്ടിൽ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഇതൊക്കെ വെച്ച് വേണം ചെയ്യാൻ. പക്ഷെ നല്ല ടേസ്റ്റായിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഞാൻ ഉണ്ടാക്കി ഉള്ളത് വെച്ചിട്ട്. ഇത് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളതും കൂടി എടുത്ത് അറേഞ്ച് ചെയ്തതാണ്. പിന്നെ കുറച്ച് ചെറിയിരിക്കുന്നുണ്ട്. ഞാൻ ഭംഗിയാക്കാൻ നോക്കി പേരെഴുതാൻ നോക്കി, ഇതൊക്കെ ശരിയായില്ല. അത്രയ്ക്കൊന്നും എനിക്കറിയില്ല. അപ്പം ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്താൽ മതി. ഇതൊക്കെ കാണുമ്പോൾ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുക്കാം. നമ്മൾ വാങ്ങിച്ച് തന്നെ എടുക്കണം എന്നൊന്നുമില്ല. ഇതൊക്കെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് കുറേ ദിവസം ഇരുന്നുണ്ടോ അങ്ങനെയുള്ള പേടിയൊന്നുമില്ല. നമുക്ക് കെമിക്കൽസ് ഒന്നും ചേർക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കാണാൻ വലിയ സ്റ്റൈലില്ലെങ്കിലും അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് നമുക്ക് വീട്ടിൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കി കഴിക്കാം. ഇതിലും ഒന്നുകൂടി ഭംഗിയായിട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ. എനിക്കിന്ന് ഇത്തിരി തിരക്ക് കൂടി, വേറെ കാര്യങ്ങളുണ്ട്. പായസം ഉണ്ടാക്കണം, അപ്പം അതിൻ്റെയൊക്കെ തിരക്കുണ്ട്. ഉള്ളതൊക്കെ വെച്ച് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ കേക്ക് ഉണ്ടാക്കിയത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. വയസ്സായ ഞങ്ങൾക്കൊക്കെ ഒരു പ്രോത്സാഹനമാകട്ടെ. താങ്ക് യു. ബൈ. സീ യു.